റാബിയ എന്ത് കിട്ടിയാലും സ്വതക്ക ചെയ്യുമെന്ന് കേട്ടിട്ടുണ്ട്. അത്രയും അല്ലാഹുവിൽ തവക്കുലുള്ള പരമേൽപ്പിക്കുന്ന ഒരു പെണ്ണാണ് റാബിയ എന്ന് കേട്ടിട്ടുണ്ട്. അതൊന്ന് പരിശോധിക്കണം, പരീക്ഷിക്കണമെന്ന് രണ്ട് ആളുകൾക്ക് തോന്നുകയാണ്. അവ രണ്ടാളും പരീക്ഷിക്കാൻ റാബിയാന്റെ വീട്ടിൽ ചെന്നു. ഒന്നുമില്ലാതെ, ഉള്ളത് മുഴുവനും കൊടുത്ത ഒന്നുമില്ലാത്ത അവസ്ഥയാണ് റാബിയക്കുള്ളത്. പണമില്ല, സമ്പത്തില്ല, മുതലില്ല, ഒന്നുമില്ല. ഇങ്ങനെ വെറും കയ്യോടെ റാബിയ വീട്ടിൽ നിൽക്കുമ്പോൾ രണ്ട് ആളുകൾ പരീക്ഷിക്കാൻ വേണ്ടി റാബിയന്റെ വീട്ടിലേക്ക് കയറി ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്കിന്ന് നോമ്പാണ്, ഇന്ന് നിങ്ങളെ വീട്ടിൽ നിങ്ങളെ വകയായി നോമ്പ് തുറക്കാൻ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ റാബിയത്തുൽ അദവി എന്ത് പറയുമെന്ന് പരീക്ഷിക്കാനാണ് ഇവർ തീരുമാനിച്ചത്. എൻ്റെ കയ്യിൽ കാശില്ല, ഇന്ന് ഭക്ഷണം ഇവിടെ ഇല്ല, ഇന്ന് വേണ്ട എന്ന് പറയോ എന്നൊക്കെ പരിശോധിക്കാൻ വേണ്ടി കടന്നു വന്നതാണ്. പക്ഷേ റാബിയത്തുൽ അദവിയ പറയുന്നു, അൽഹംദുലില്ലാഹ്, അല്ലാഹ് നിനക്കാണ് സർവസ്ത്ര സ്തോത്രങ്ങളും. രണ്ട് നോമ്പുകാരെ നോമ്പ് തുറപ്പിക്കാൻ എനിക്ക് ഇന്ന് അവസരം തന്നല്ലോ അല്ലാഹ്. റാബിയത്തുൽ അദവിയ അല്പം പൊടി എടുത്തുകൊണ്ട് 3 റൊട്ടി ഉണ്ടാക്കുകയാണ്. ഒന്ന് ഈ രണ്ടാളുകൾക്കും, ഒന്ന് മഹദിക്കും നോമ്പ് തുറക്കാൻ. അങ്ങനെ മഗ്രിബിന്റെ സമയമാകുമ്പോ, മഗ്രിബിന്റെ വാങ്ക് വിളിക്കാൻ സമയമാകുമ്പോ വീടിന് വന്ന് ഏതോ ഒരു ഫക്കീർ മുട്ടുകയാ. ഞാനൊരു ഫക്കീറാണ്, എന്തെങ്കിലും തരുമോ? റാബിയത്തൊരു പത്തിരി എടുത്തു, റൊട്ടിയെടുത്ത് അങ്ങ് കൊടുത്തു. അന്നേരം പരീക്ഷിക്കാൻ ചെന്നവർക്ക് വറവറക്കുകയാണ്, അവർക്ക് പേടിയാവുകയാണ്. ഇന്ന് റൊട്ടി കൊടുത്തല്ലോ, ഇന്ന് 2 ഉള്ളൂ. 2 കൊണ്ട് എങ്ങനെയാണ് 3 നോമ്പ് തുറക്കുക? ഇവർ പരീക്ഷിക്കാനും പരിശോധിക്കാനും ചെന്നതാണ്. റാബിയത്തുൽ അദവിയ ഫക്കീറിന് ഒരു റൊട്ടി അങ്ങ് കൊടുക്കുമ്പോ ഇനി 2 ഉള്ളൂ എന്ന ചിന്ത ഈ പരീക്ഷിക്കാൻ ചെന്നവർക്ക് വന്നു. ഫക്കീർ അത് തിന്നിട്ട് രണ്ടാമത് റാബിയത്തുൽ അദവിയ ചോദിക്കുകയാണ്, ഇപ്പൊ വിശപ്പ് തീർന്നോ? വിശപ്പ് മാറിയോ? ഫക്കീർ പറഞ്ഞു, ഇല്ല, വിശപ്പ് മാറിയില്ല. റാബിയത്തുൽ അദവിയ രണ്ടാമത്തെ റൊട്ടിയും കൊടുത്തു. പരീക്ഷിക്കാൻ ചെന്നവർക്ക് പിന്നെയും പേടിയാണ്, ഇനിയാകെ റൊട്ടിയല്ലേ ഉള്ളൂ, വാങ്ക് വിളിക്കാൻ സമയമായിട്ടുണ്ട്, എന്ത് ചെയ്യും? ഫക്കീർ പറഞ്ഞു, ഇപ്പോഴും എൻ്റെ വയറ് നിറഞ്ഞിട്ടില്ല. അന്നേരം റാബിയ 3ാമത്തേതും കൊടുത്തു. വാങ്ക് വിളിക്കാൻ 1-2 മിനിറ്റേ ഉള്ളൂ. 3 കൊടുക്കുമ്പോ പരീക്ഷിക്കാൻ ചെന്ന, പരിശോധിക്കാൻ ചെന്ന രണ്ടാളുകൾക്ക് നോമ്പുണ്ട്. അവർക്ക് പേടിയായി, ബേജാറായി. 3 കൊടുത്തല്ലോ, ഫക്കീർ തിന്നല്ലോ, ഇന്നിവിടെ നോമ്പ് തുറക്കാനൊന്നും തന്നെ ഇല്ലല്ലോ. ആ സമയത്താ ആ നാട്ടിലെ ഭരണാധികാരിയുടെ രാജാവിൻ്റെ വകയായി ആ രാജാവ് ഒരു പാത്രത്തിൽ 10-20 റൊട്ടിയും അതുപോലെ നെയ്യുമൊക്കെയായി തൻ്റെ അടിമയുടെ കയ്യിൽ, തൻ്റെ കൊട്ടാരത്തിലെ പരിചാരകന്റെ കയ്യിൽ റാബിയക്ക് കൊടുത്തയക്കുന്നു. റാബിയത്തുൽ അദവിയാന്റെ വീട്ടിലേക്ക് 20 റൊട്ടികൾ കൊടുത്തയച്ചു. കൊട്ടാരത്തിൽ നിന്ന് രാജാവ് കൊടുത്ത 20 റൊട്ടി. അപ്പൊ പരീക്ഷിക്കാൻ ചെന്നവർക്ക് സമാധാനമാവുകയാണ്. അൽഹംദുലില്ലാഹ്, 20 റൊട്ടി കിട്ടിയല്ലോ, സുഭിക്ഷമായി തിന്നാമല്ലോ. അപ്പോഴാണ് റാബിയത്തുൽ അദവിയ റളിയല്ലാഹു അൻഹ ഇത് കൊണ്ടുവന്ന പരിചാരകനോട് പറഞ്ഞത്, ഇത് എനിക്കാവുകയില്ല, ഇതിവിടെയുള്ള വേറെ ഏതെങ്കിലും വീട്ടിലേക്ക് രാജാവ് കൊടുത്തയച്ചതാകാം. പരിചാരകൻ പറഞ്ഞു, അല്ല, റാബിയക്ക് കൊടുക്കണം എന്നാണ് പറഞ്ഞത്. അന്നേരം റാബിയത്തുൽ അദവിയ പറഞ്ഞു, ഇവിടെ തന്നെ റാബിയ എന്ന് പേരുള്ള വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളുണ്ടാകും, എനിക്കാകൂല. കാരണം ഞാനിവിടെ 3 റൊട്ടിയാണ് ഫക്കീറിന് കൊടുത്തത്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്, ഒന്ന് കൊടുത്താൽ 10 കിട്ടുമെന്നാണ്. ഈ ഫക്കീറിന് ഞാൻ 3 റൊട്ടി കൊടുത്തിട്ടുണ്ട്, അതിന് പകരമായി അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതുപോലെ 30 കിട്ടണം. ഈ രാജാവ് കൊട്ടാരത്തിൽ നിന്ന് കൊടുത്തയച്ചത് 20 ഉള്ളൂ, അതെനിക്കാകൂല. അല്ലാഹു തആല ഖുർആൻ പറഞ്ഞത് ഒന്നിന് പകരം 10 തരാമെന്നാണ്. ഞാൻ ഫക്കീറിന് കൊടുത്ത ഈ 3 റൊട്ടിക്ക് പകരം 30 കിട്ടണല്ലോ. അപ്പോഴാണ് സേവകൻ, രാജാവിന്റെ പരിചാരകൻ 20 റൊട്ടി കൊണ്ടുവന്ന് കൊടുത്ത ഈ പരിചാരകൻ പറഞ്ഞത്, റാബിയ ക്ഷമിക്കണേ, ഇതിൽ 30 ഉണ്ടായിരുന്നു. ഇത് ഞാൻ കൊണ്ടുവരുമ്പോ
ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, എന്തിനാണ് റാബിയക്ക് 30 എണ്ണം? റാബിയക്ക് ഇത്ര അധികമൊന്നും വേണ്ടല്ലോ എന്ന് കരുതിയിട്ട് എനിക്കും എൻ്റെ ഭാര്യക്കും എൻ്റെ മക്കൾക്കും വേണ്ടി 10 എണ്ണം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. രാജാവ് തന്നത് 30 എണ്ണമാണ്. അപ്പോഴാണ് റാബിയത്തുൽ അദവിയ്യ പറഞ്ഞത്, അല്ലാഹ് പറഞ്ഞത് ശരിയാണ്, 1 പകരം 10 കൊടുക്കുമെന്നാണല്ലോ. 30 എണ്ണം കിട്ടിയിട്ടുണ്ട്, 10 നീ എടുത്തുവല്ലേ, സാരല്ലാതെ പറഞ്ഞ് ഈ പരീക്ഷിക്കാൻ ചെന്നവർക്ക് ഈ റൊട്ടി മുഴുവനും കൊടുത്തിട്ട് ഭക്ഷണം കൊടുത്ത് സുഖമായി നോമ്പ് തുറപ്പിക്കുമ്പോ രണ്ടാളും പറഞ്ഞു, അല്ലാഹ്, റാബിയത്ത് ബീവി വല്ലാത്ത ഒരു സംഭവം തന്നെ, ഒന്നുമില്ലെങ്കിലും തവക്കുലാണ്. ഇന്ന് അധികാടുകളും സദഖ കൊടുക്കാതിരിക്കാൻ കാരണം കൊടുത്താൽ കുറയുമല്ലോ, കൊടുത്താൽ ഇല്ലാതെയാകുമല്ലോ എന്നാണ്. എങ്കിൽ മനുഷ്യ, എത്രയോ പെണ്ണുങ്ങളല്ലേ മരിക്കാൻ നേരത്ത് തന്റെ കാതിൽ കടന്നിരുന്ന ആഭരണങ്ങളോ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി സ്ഥാപനങ്ങൾക്ക് വേണ്ടി കൊടുത്തിട്ട് അതിന്റെ പ്രതിഫലം എൻ്റെ ഖബറിലേക്ക് കിട്ടണം, എൻ്റെ ഖബറിലേക്ക് പ്രവഹിക്കണം എന്ന് കരുതി കൊടുത്തവരല്ലേ. പണ്ടൊക്കെ എത്ര ഏക്കറക്കണക്കിന് സ്വത്തുക്കൾ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി നീക്കി വെച്ചവരായിരുന്നു. ഇന്നും അങ്ങനെ തന്നെയാണ്. കോഴിക്കോട് ജില്ലയിലെ സമ്പന്നയായ വളരെ വലിയ സമ്പത്തുള്ള ഒരു പെണ്ണ്, ആ പെണ്ണിന്റെ സമ്പത്ത് എങ്ങനെ ചെലവഴിച്ചത് എന്നോ ഒരു ഹിഫ്ദുൽ ഖുർആൻ കോളേജ് തുടങ്ങുകയാണ്. ഇന്നും അവിടെ ഒരുപാട് മുതഅല്ലിമീങ്ങൾ പഠിക്കുന്നു. വലിയ ഒരു ഹിഫ്ദ് കോളേജാ കോഴിക്കോട് ജില്ലയിലുള്ള ഒരു സമ്പന്നയായ ഒരുപാട് മുതലുള്ള പെണ്ണാണ്. ആ പെണ്ണ് ചിന്തിച്ചത്, അല്ലാഹ്, എൻ്റെ മുതൽ അല്ലാഹുവിന്റെ ഖുർആൻ പഠിക്കാൻ ഉപയോഗിക്കട്ടെ. അങ്ങനെ ഹിഫ്ദ് കോളേജ് പണിയാനും ഉണ്ടാക്കാനും അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് പഠനം കൊടുക്കുന്ന ഉസ്താദുമാർക്ക് ശമ്പളം കൊടുക്കാനും തന്റെ സമ്പത്ത് നീക്കി വെച്ചത് ഇവിടെ കോഴിക്കോടുകാരിയായ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഒരു പെണ്ണാണ്. പ്രിയമുള്ള മോമിനെ, അതുകൊണ്ട് എൻ്റെ പെങ്ങന്മാരോട് ഞാൻ പറയുന്നത്, എത്രയോ ലക്ഷങ്ങളാണ് നിങ്ങളും നമ്മളൊക്കെ നമ്മുടെ ഭാര്യമാര് ഉമ്മമാര് ചുമക്കുന്നതും കൊണ്ടു നടക്കുന്നതും. നിന്റെ പേരങ്ങ് മാറിയാൽ, മരണം സംഭവിച്ചാൽ ഒരു പണത്തൂക്കം പോലും ഇല്ലാതെ, ഒന്നുപോലുമില്ലാതെ മുഴുവന് വെട്ടിക്കളയുകയില്ലയോ? വളയിട്ടു ബഹുമാനിച്ചത് കൈയല്ലയോ? മാംസങ്ങളൊക്കെ അടർന്നതത്ഭുതമല്ലയോ? നിന്റെ തൊടുത്ത വെളുവളുത്ത കയ്യിൽ ഒരുപാട് മിന്നിത്തിളങ്ങുന്ന വളകളുണ്ടായിരുന്നു. ഒരുപാട് രസകരമായ രീതികളിലുള്ള ഒരുപാട് വളകളുണ്ടായിരുന്നു. വളയിട്ടു ബഹുമാനിച്ചത് കൈയല്ലയോ? മാംസങ്ങളൊക്കെ അടർന്നതത്ഭുതമല്ലയോ? നിന്റെ മയ്യത്ത് ഖബറിലേക്ക് വച്ചാൽ അല്പ ദിവസം കൊണ്ട് മാംസം മുഴുവനും അടർന്നു പോവുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇന്ന് ഗൾഫ് രാജ്യങ്ങളിലുള്ള എത്രയോ പെണ്ണുങ്ങളെ പേരിൽ നമ്മുടെ നാട്ടിൽ പള്ളികളുണ്ട്. അവരെ സമ്പാദ്യം അല്ലാഹുവിന്റെ പേരിൽ പള്ളി നിർമ്മിക്കൽ കൊണ്ടാണ്. ഇനി പ്രിയമുള്ള മുഅ്മിനേ, നിങ്ങളൊക്കെയും ചെറുപ്പത്തിലെ കേട്ടുവരുന്ന ചരിത്രമാണല്ലോ മദീന പള്ളിയിലെ അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിദേശികളാര് വന്നാലും അവർക്ക് വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കുന്ന ശൈലി ഉണ്ടായിരുന്നു.